എൻ്റെ ഫ്രെയിമിൽ ഒതുങ്ങുന്നില്ല. ഇതെല്ലാം ഒറിജിനൽ ലയണാണ്. ഇതിനൊക്കെ സ്റ്റെഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡി വ്ലോഗ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പുതിയ മുഖമാണ്. നിങ്ങൾ ഇതുവരെ ഈ വ്ലോഗ് കണ്ടിട്ടില്ല. ഇത്രയും കാലം നിങ്ങൾ കണ്ടുവന്നത് ദേവികേൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് മുതൽ അതിനൊരു പാർട്ട്ണറായിട്ട് ഞാനും ഉണ്ടാവും. ഖത്തറിലാണ്. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഖത്തറിൽ ഇപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോവാണ്. വിത്തിൻ 23 days കൗണ്ട് ഡൗൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളെല്ലാവരും അതിനുവേണ്ടി എക്സൈറ്റഡ് ആണ്. ഓൾമോസ്റ്റ് ഇവിടെ ഖത്തർ നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ആളുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അറിയാലോ, സോഷ്യൽ മീഡിയാസിൽ എല്ലാത്തിലും ഒരുപാട് നമ്മൾ ഖത്തറിനെ പറ്റി കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൾക്കാർ പറഞ്ഞ് ഇറക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയുക, ഞാൻ ഇത്രയും കാലം അവിടെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്കിതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ട് പോലും ഇല്ല. അവർ പറഞ്ഞു ഖത്തറിന് ഫ്രീഡം ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. അപ്പം എന്താ പറയുക, ഇതൊക്കെ ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. അപ്പം ഞാനിപ്പോൾ കോർണിഷിലാണ് ഉള്ളത്. നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. ഇപ്പം കോർണിഷിലിപ്പം നിറയെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, വേൾഡ് കപ്പ് ഇപ്പം ഓൾമോസ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ അതിനുകൊണ്ടുള്ള ആൾക്കാരുടെ തിരക്കും എല്ലാമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെറിയൊരു ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും കാണാൻ എൻജോയ് ചെയ്യാം. അപ്പം സീ യു. അവിടുന്ന് ബോട്ട് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിതാ കര വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എല്ലാവരും ഉണ്ട്. നമുക്ക് കുറേ പേരുണ്ട് നമ്മളെ കൂടെ. എല്ലാവരെയും കാണുന്നുണ്ടോ? നമ്മളിതാ കോർണിഷ് സിറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും. എനിക്ക് ആക്ച്വലി ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. അത് കടലിലൂടെ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. പക്ഷേ നല്ല രസമുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളെ കൂടെ കുറേ പേരുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വീഡിയോ കോൾ കുറച്ച് കുറവാണ്. എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് നൈറ്റ് ആയി കഴിഞ്ഞു. അപ്പം എനിക്കറിയാലോ, ലൈറ്റിൻ്റെ പ്രശ്നം കൊടുത്തതാണ്. അപ്പം അതെന്താ ശ്രമിക്കുക. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കാണുന്നുണ്ടോ കുറേ ഹൈറൈസ് ബിൽഡിങ്സ് എല്ലാം. അപ്പോൾ ഇതാണ് ദോഹയിൽ നമ്മളെ മെയിനായിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ. നമ്മളിതാ സൂക്കിലോട്ട് പോവുകയാണ്. നമ്മൾ കോർണിഷ് സൈഡിൽ ഇവിടെ ഒരു പെഡസ്ട്രിയൻ അണ്ടർവേ ഉണ്ട്. അപ്പോൾ ആ അണ്ടർവേയിൽ കൂടി നമുക്ക് പോയി കഴിഞ്ഞാൽ നേരെ സൂക്കിലോട്ട് എത്താം. എന്താ വെച്ചാൽ നേരെ നിൽക്കുന്നതാണ്, ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ അതിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈ ഒരു അണ്ടർവേ കൂടെ പോകാം. സൂക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൻ്റെ ബാക്ക് ചേച്ചി നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം അച്ഛനും പിന്നെ എല്ലാവരും അവർ മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പം ബാക്കി നമ്മുടെ സൂക്കിലെത്തിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ ഞാൻ എനിക്ക് സൂക്കിൽ കാണിച്ചു തരാം. അത് നമ്മളിതാ ഇപ്പോൾ സൂക്ക് വക്കീഫിലെത്തി. അപ്പോൾ ഇതാ നമുക്ക് തിരക്ക് മുന്നിൽ കാണാൻ പറ്റും. കുറേ ആളുകളാണ്. അതിൻ്റെ കൂടെ ഇതാ കുറേ ഇതാ കോഴ്സിനെ കാണിച്ചു തരാനായിട്ട് എല്ലാവർക്കും. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാം. അപ്പം ഇതാ കണ്ട ആളുകൾക്ക് അതിൻ്റെ മുകളിൽ കൂടി പോകുന്നുണ്ട്. കുറേ പെറ്റ് ഷോപ്പുകളെല്ലാം ഉണ്ട് ഇവിടെ. ആളുകൾക്ക് പെറ്റ് ഷോപ്പിൽ നിന്ന് നമുക്ക് എന്താ പെറ്റ്സിന് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ടും എല്ലാവർക്കും ഹോളിഡേ ആയതുകൊണ്ടും ഇപ്പം ഭയങ്കര തിരക്കാണ്. നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കോറിഡോറൊക്കെ നോക്കിയാൽ നമ്മളെ ഖത്തറിൻ്റെ ഒരു ഹെറിറ്റേജ് ലുക്കുള്ളൊരു കോറിഡോറാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് സ്പൈസസ്, പിന്നെ പെറ്റ്സ്, അങ്ങനെ എന്ത് സാധനം വേണമെങ്കിൽ നമുക്ക് സൂക്കിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് ഭയങ്കര തിരക്കാണ്. ഇവിടെ കാണാമല്ലോ, രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. ഭയങ്കര തിരക്കാണ്. പക്ഷെ നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. നമ്മുടെ ഖത്തറിൻ്റെ ഒരു പഴയ കാല ടൈപ്പിലുള്ള ബിൽഡിങ്സും
എല്ലാമായിട്ട് നല്ലൊരു രസമാണ് ഇവിടെ. ഇത് എൻ്റെ പിന്നിൽ കാണുന്നുണ്ടാവും. അത് മൊത്തം നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഇവിടെ ചൂടൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇപ്പം നവംബർ ആവാനായല്ലോ. അപ്പോൾ ഈ ഒരു സമയം വെച്ചാൽ ഇവിടെ വിൻ്റർ ടൈമിങ് ആവാനായി. അപ്പോൾ പക്ഷേ സ്റ്റിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്, അത്യാവശ്യം ഹ്യൂമിഡിറ്റി. ഭയങ്കര ഹ്യൂമിഡിറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഒരു ലൈറ്റായിട്ട് ഹ്യൂമിഡിറ്റി. ഓൾമോസ്റ്റ് ഞാനൊരു പുറത്തോട്ട് ഇറങ്ങാത്തതുകൊണ്ട് ഈ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ബിൽഡിങ്സിൻ്റെ ഉള്ളോട്ടൊക്കെ ഇവിടെ എയർ കണ്ടീഷൻസാണ്. കാരണം ഇപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഭക്ഷണയുടെ കിളികളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഷോപ്പിലുള്ള കിളികളിതാ, അങ്ങനെ കുറേ പെറ്റ് ഷോപ്സിൽ കുറേ പലതരം കിളികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ അതിനെല്ലാം കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഈ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് സ്വീറ്റ്സും സ്പൈസസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും അലുവ ഇങ്ങോട്ട് കൊണ്ടുവരാറാണ്. പക്ഷേ ഇത് നമ്മളെ ഖത്തർ അലുവയാണ്. ഇതാ ഇവിടെ നമുക്ക് ഫ്രഷായിട്ട് അലുവ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത്. ഷോപ്പിൻ്റെ പേര് ഇതാണ്, ഖത്തറി സ്വീറ്റ്സ്. അപ്പോൾ ആരെങ്കിലും സൂക്കിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം ഖത്തറി സ്വീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി ഇപ്പം സൂക്കിലെ കോർട്ടോറിലൂടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ എന്താ പറയുക സ്വീറ്റ്സും സ്പൈസസും പിന്നെ കുറേ കുറേ സാധനങ്ങളുണ്ട്. കഫറ്റീരിയാസ് ഉണ്ട്. ഇതെല്ലാം നമ്മളെന്താ പറയുക ഖത്തറിൻ്റെ ഒരു ഓൾഡ് സ്റ്റൈലിലുള്ളൊരു ഡിസൈനാണ് വരുന്നത്. പക്ഷേ ബിൽഡിംഗ് എല്ലാം പുതിയതാണ്, റിനോവേറ്റ് ചെയ്തതാണ്. അതേ എനിക്ക് കാണിച്ചു തരാം. നിറയെ ആവാറുണ്ട്, നിറയെ വെച്ചാൽ നിറയെ ആവാറ്. ഇതിപ്പം ജ്വല്ലറീസും ATM അങ്ങനെയുള്ള ഇതൊക്കെയാണുള്ളത്. ഇവിടുത്തെ ജ്വല്ലറി ഷോപ്സാണ് ഇതെല്ലാം. നമ്മളിത് നടന്നുകൊണ്ട് നിൽക്കുകയാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അവിടുന്ന് ഒരു ബലൂൺ വാങ്ങിക്കുന്നുണ്ട്, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. റയാൻ ബലൂൺ വാങ്ങിക്കുന്നുണ്ട്. റയാൻ ഏത് ബലൂണാണ് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതാ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും അവർ നടന്നു വരുന്നുണ്ട് ഇവിടുന്ന്. ഒരു ജ്വല്ലറിയും പിന്നെ അതേപോലെ നമ്മളെ ഡ്രസ്സിൻ്റെ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു വരുന്ന വഴിയാണ്. റയാൻ ഇതാ ഡോറേനെയാണെന്ന് തോന്നുന്നു വാങ്ങിക്കുന്നത്, സ്പൈഡർമാനെയാണോ എന്നറിയില്ല. സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ കാണുന്നുണ്ടോ നിങ്ങളിതാ ഒരു കുട്ടീനെ വെച്ച് കാർട്ട് പോകുന്നത്. നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂക്കിലൊരു വലിയൊരു തിയേറ്റർ ഉണ്ട്. ആക്ച്വലി നോവോ സിനിമാസ് തിയേറ്റർ ഉണ്ട്. അപ്പോൾ കുറച്ച് അങ്ങോട്ടാണ് അത് വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോവൻ്റെ ഉള്ളോട്ടും നമ്മൾ കയറുന്നില്ല. ഒരു ട്രെയിൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ എന്നാൽ അത് പോയി. ഇതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ കൊണ്ട് വരികയാണെങ്കിൽ കുട്ടികൾ ലോസ്റ്റ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ അത് പേടിക്കാനില്ല. എന്താ പറയുക, ഫുൾ ടൈം സെക്യൂരിറ്റീസും എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ലോസ്റ്റ് ആയി പോകുന്നുള്ളൊരു പേടിയൊന്നുമില്ല. അപ്പം നിങ്ങളെന്തായാലും സൂക്കിൻ്റെ ഭംഗി ആസ്വദിക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഒറിജിനലാണ് ആക്ച്വലി കേട്ടോ, എല്ലാം ഒറിജിനലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേസാണ്. ബട്ട് ഇവിടെ ഇതെല്ലാം വീഗനാണ്. ഇതെല്ലാം ഒറിജിനൽ അനിമൽസിനെ സ്റ്റെപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടവർക്ക് വാങ്ങിക്കാൻ ഇത്, പക്ഷേ വളരെ എക്സ്പെൻസീവ് ആണ്. ഉള്ളോട്ട് കയറുന്നില്ല. മെയിൻ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ അവർ വീഡിയോ പോകാൻ സമ്മതിക്കുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. അനിമൽസിനെ സ്റ്റെപ്പ് ചെയ്ത് വെച്ചേക്കും. നമുക്ക് കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ മുമ്പ് വന്നപ്പോൾ ഒരു ലയണും അതുപോലെ ടൈഗറൊക്കെ ഉണ്ടായിരുന്നു. ആ ലയണത് എവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ച് വലുതായതുകൊണ്ട്
എൻ്റെ ഫ്രെയിമിൽ ഒതുങ്ങുന്നില്ല. ഇതെല്ലാം ഒറിജിനൽ ലയണാണ്. ഇതിനൊക്കെ സ്റ്റെഫ് ചെയ്ത് വെച്ചേക്കുവാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ വാക്ക് വേ എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയുണ്ടാവും. ഞാനത് പിന്നോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ തട്ടി വീഴും. നമുക്ക് നേരെ നടക്കാൻ പോവാണ്. അടിപൊളി ടൈമാണ്. നമ്മളെ വേൾഡ് കപ്പിലൊരു ടീമിൻ്റെ ഫാൻസിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ പിന്നിൽ കാണാൻ പറ്റും. ടീംസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ലൈറ്റ് കുറച്ച് കുറവാണ്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു നൈറ്റായി. എല്ലാവരും അതിൻ്റെ സെലിബ്രേഷനിലാണ്. എല്ലാവരും എൻജോയ് ചെയ്യാണ് വിത്ത് ഫുൾ എനർജി. എനിക്ക് കാണാൻ പറ്റുക ഡാൻസിങ് ആണ്. എല്ലാവരും ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വേൾഡ് കപ്പിന് ടൈം ആയി കഴിഞ്ഞാൽ റിയലി ഇറ്റ് വിൽ ബി റിയലി അമേസിങ്. എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അവർ മ്യൂസിക്കും എല്ലാം വെച്ചിട്ട് വളരെ എൻജോയ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു വ്ലോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തുള്ളതുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. എന്തായാലും അതുവരെ ഗുഡ് നൈറ്റ്.